കള്ളാടി ടണൽ നിർമ്മാണ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ബോഡി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതിൽ സങ്കടകരമായ കാര്യം ഇപ്പോഴും വിക്രം റാണ എന്ന പ്രൊജക്ട് മാനേജർ, അദ്ദേഹം ഹിമാചൽ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വേണ്ടിയുള്ള എക്സ്റ്റെൻസീവായിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ എ.പി. അനിൽകുമാർ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അവിടെ സ്ഥലത്തുണ്ട്. ഞാൻ അദ്ദേഹം എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. തീർച്ചയായും ഇന്നത്തെയോ നാളത്തെയോ ഒക്കെ തെരച്ചിലിൽ അദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. സമിതിയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടെക്നിക്കൽ ലീഗൽ കമ്മിറ്റിയാണ്. അതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അതിൽ രാഷ്ട്രീയ നേതൃത്വം അതിലുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനോട് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുടർ കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പറയാം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ ആദ്യം സംസാരിച്ചിട്ടുണ്ട്. അത് അപകടം പറ്റിയ സമയത്ത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറയാത്തത് ആ റിപ്പോർട്ട് ഒരു ഓതന്റിക് കമ്മിറ്റിയെ വെക്കും എന്നുള്ളത് കൊണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൃഷി വകുപ്പും ഞങ്ങൾ 2 മന്ത്രിമാർ ഒന്നിച്ചിരുന്നൊരു ഒന്ന് കർഷകന്, അതിർത്തിയിലുള്ളതായിരിക്കുന്ന മനുഷ്യർക്ക് വന്യമൃഗ ആക്രമണം മൂലം അപായം സംഭവിച്ചാൽ അവർക്കുള്ള തുക, പരിക്ക് പറ്റിയാൽ കൊടുക്കുന്ന തുക, വിളകൾക്ക് കൊടുക്കുന്ന തുക, ഇതിലൊക്കെ ഒരു തീരുമാനം കൃത്യതയോട് കൂടിയിട്ടുള്ള നയമുണ്ട്. അത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്, നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ, ഇപ്പോൾ ആദിവാസി ഗോത്ര സമൂഹത്തിലെ ആളുകളാണെങ്കിൽ അവർ ബുദ്ധിമുട്ടേറിയ ആളുകളാണ്. അവരുടെ ചികിത്സ സ്വാഭാവികമായും ഗവൺമെന്റ് 100% ഗവൺമെന്റ് എടുക്കും. പക്ഷെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സ ഗവൺമെന്റ് എടുക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഗൗരവത്തിലെടുത്തു. അതൊക്കെ ചർച്ച ചെയ്യാം, തീരുമാനമുണ്ടാവും. അതിന്റെ ഇംപ്ലിമെന്റേഷന് ഒരു പ്രത്യേകമായ മിഷൻ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ മോണിറ്ററിങ്ങിന് പ്രത്യേകമായിട്ടുള്ള സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഡാഷ്ബോർഡ് പ്രത്യേകമായിട്ടുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇൻ ടോട്ടൽ പദ്ധതി നമ്മൾ ചെയ്യും. നിങ്ങളല്ലേ? അല്ല, നമ്മൾ ചെയ്യും, തർക്കമില്ല. അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇതിനെ കാണണ്ട. നന്നായി കളിക്കുന്നവർ ചെയ്യും. മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. മലയാളികൾ നന്നായി കളിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരാണ് മലയാളി. അപ്പോൾ സ്വാഭാവികമായിട്ട് അർജന്റീനയുടെ കൂടെ നിൽക്കുന്നവരാണ് മലയാളികൾ ഏറിയപ്പോൾ. അർജന്റീന കപ്പ് ഇപ്പോൾ ഇത് മെസ്സിയുടെ, റൊണാൾഡോയുടെ ഒക്കെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പോകുന്ന സമയത്ത് കപ്പുമായിട്ടായിരിക്കും പോവുക. വേറെ ഒരു കാര്യമുണ്ട്, അർജന്റീന കഴിഞ്ഞ കുറേ വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് നമ്മൾ കപ്പടിച്ച് ഖത്തറിൽ. അപ്പം പരാജയപ്പെട്ടപ്പോൾ അതൊക്കെ വേദനയോടുകൂടി സഹിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഇപ്പൊ ജയിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. നന്നായി കളിക്കുന്നവർ ജയിക്കും. സ്കാലോണി ഏറ്റവും നല്ല കോച്ചല്ലേ? ഏറ്റവും നല്ല പ്ലെയർ മെസ്സി അല്ലേ? ഏറ്റവും നല്ല ഗോൾ കീപ്പർ മാർട്ടിനസ് അല്ലേ? ടീം ഇൻ കോമ്പിനേഷൻ അർജന്റീന അല്ലേ? അർജന്റീന ജയിക്കും, തർക്കമില്ല.